എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാള റെസിപ്പിയുടെയും നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു പൊതിച്ചോറിൻ്റെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നമുക്ക് വൈറൽ സവാള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 5 പച്ചമുളക് എടുത്ത് വയ്ക്കാം. ഇനി അതിലുള്ള മുളകിൻ്റെ അരിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലൊന്ന് കീറിയെടുക്കാം. ഇത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഈ മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തതും അതേപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബട്ടറാണ്. ബട്ടറും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയോ അപ്പോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം 2 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ അടുപ്പിലിട്ടേക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ അടുപ്പിലിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ തിളച്ച് 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ചേർത്ത് കൊടുത്ത വെള്ളം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരും. അപ്പോൾ ആ സമയത്തിന് നമുക്കിതിലേക്ക് ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലാതെ സ്ലൈസ് ചീസ് ആയാലും മതി, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ചധികം ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതേപോലെ നിറയെ ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ കിടന്ന ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വൈറൽ സവാള റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ എല്ലാം സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പൊതിച്ചോറാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊതിച്ചോറ് തയ്യാറാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഐറ്റമാണല്ലോ മീൻ വറുത്തത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ചാളയാണ്. അപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മീനിലേക്ക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഏറ്റവും ലാസ്റ്റ് പൊതിച്ചോറ് കെട്ടാനാവുന്ന സമയത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മിക്കവാറും പൊതിച്ചോറ് കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ കിഴങ്ങ് തോരനോ അല്ലെങ്കിൽ ബീട്രൂട്ട് തോരനോ ആയിരിക്കും. ഇന്ന് കിഴങ്ങ് തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന്
മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. തോരനുള്ള അരപ്പ് മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ ചമ്മന്തിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യമായ വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3-4 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം. മുട്ട പൊരിക്കുമ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം പൊരിച്ചെടുക്കാം. മീൻ വറുത്ത കാര്യം പറഞ്ഞതുപോലെ തന്നെ പൊതിച്ചോറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണല്ലോ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇതേപോലെ മുട്ട പൊരിക്കാനും മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം മീൻ വറുത്തെടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു സമയമാകുമ്പോഴേക്കും നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ പാനിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് ഒരു വശം മൂത്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ വേഗം വെച്ചിരുന്ന കിഴങ്ങ് പകുതിയോളം വെന്തിട്ടുണ്ട്. ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കളറും കൂടെ കിട്ടും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൻ ഇട്ട് കൊടുത്തത് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. പിന്നീട് ആ സൈഡ് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ചാളായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ഭാഗവും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീൻ വറുത്തത് റെഡിയായി കഴിഞ്ഞ് അത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിരുന്നത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തോരനും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ മുട്ടകൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് മൂപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2-3 തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഈ ഒരു സമയമാകുമ്പോഴേക്കും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നന്നായി കഴുകി വൃത്തിയാക്കിയ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സൈഡിലാക്കി ചമ്മന്തി വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് ആവശ്യമുള്ള തോരൻ അത്രയും വെച്ച് കൊടുക്കാം. ഇനി അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മീൻ വറുത്തതും കൂടെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് മുട്ട പൊരിച്ചതും വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ മടക്കി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ചോറ് വാഴയിലേക്ക് ഇട്ട് പൊതിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ മടക്കി കെട്ടിയതിന് ശേഷം ന്യൂസ് പേപ്പർ എടുത്ത് അതിലേക്ക് പൊതിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വാഴയിലയുടെ മണമൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കിട്ടും. ഈ രീതിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ചോറ് ഇതേപോലെ പൊതിഞ്ഞ് വെച്ചിരുന്നാലേ ഇലയുടെ നല്ല മണമൊക്കെ ഇതിലേക്ക് കിട്ടുകയുള്ളൂ. ഇത് രാവിലെ പൊതിഞ്ഞ് വെച്ചതാണ്. ഉച്ചയായപ്പോഴേക്കും തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പൊതിച്ചോറ്. നല്ല ടേസ്റ്റായിരുന്നു. പൊതിച്ചോറുകളൊക്കെ എപ്പോഴും സാധാരണ എല്ലാവരും കാണുന്നതാണ്. പക്ഷേ തയ്യാറാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.